നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ലോകോത്തര ചികിത്സ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ നവംബർ 15-ന് താനൂരിൽ പ്രവർത്തനമാരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി തുടങ്ങിയ ഒരു ആശുപത്രിയാണ് സബൈൻ ഹോസ്പിറ്റൽ. ഇന്ന് അത് വളർന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ IVF വന്ധ്യതാ ചികിത്സ IVF ചെയ്യുന്ന സ്ഥലവും അതേപോലെ ലാപ്രോസ്കോപ്പിക് സർജറിയും നിയോനറ്റോളജി അതായത് നവജാത ശിശു പരിചരണ കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും മികച്ച അത്യാധുനിക ചികിത്സ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുക എന്നുള്ള അതിൻ്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിക്ക് ഷിഹാബ് തലീഖ് തിങ്ങൾ സാദിഖ് അലി തങ്ങൾ അത് നിർവഹിക്കും. നാളെ വൈകിട്ട് 4 മണിക്ക്. അതിന് നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. IVF ചികിത്സ എന്നാൽ ഇപ്പോൾ വന്ധ്യത ചികിത്സ പ്രധാനമായിട്ടും വന്ധ്യത ചികിത്സയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചികിത്സിച്ച് മരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ചികിത്സ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. മെയിനിലെ ചികിത്സ ലാപ്രോസ്കോപ്പി വെച്ചാൽ നമ്മൾ വയറ്റിനകത്ത് ഒരു ടെലിസ്കോപ്പ് ഇട്ട് നമുക്ക് എവിടെയാണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്ത് അവർ തന്നെ ഗർഭിണിയാവാൻ പ്രേരിപ്പിക്കുകയും തന്നെ ഗർഭിണിയാൻ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുകയും ചെയ്യും. കൗണ്ട് കുറവുള്ള പുരുഷന്മാർക്ക് സ്പേം കൗണ്ട് കുറവുള്ളതാണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും പ്രധാനമായിട്ടും വെരിക്കോസിൽ എന്നുള്ള കാരണമാണ് പലപ്പോഴും കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതും ശരിയാക്കാൻ പറ്റും. അത് കഴിഞ്ഞുള്ള അടുത്ത ലെവൽ ചികിത്സയാണ് IUI. എന്ന് പറഞ്ഞാൽ നമ്മൾ ബീജം എടുത്ത് അതിൽ ഏറ്റവും നല്ല അണുക്കളെ വാഷ് ചെയ്ത് അതിൻ്റെ കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ വേഗത കൂട്ടി അതിൽ നല്ല സ്പേംസ് എടുത്ത് ഓവുലേഷൻ ടൈമിൽ യൂട്രസിനകത്ത് നിക്ഷേപിക്കുന്ന പ്രക്രിയയ്ക്കാണ് IUI എന്ന് പറഞ്ഞത്. അത് വളരെ കഴിഞ്ഞുള്ള ചികിത്സയാണ് IVF എന്ന് പറയുന്നത്. IVF എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീക്ക് ഇഞ്ചക്ഷൻ എടുത്ത് അണ്ഡം ഉണ്ടാക്കി അണ്ഡത്തിന് സ്കാൻ നോക്കി സൂചി വെച്ച് വലിച്ചെടുത്ത് ഓരോ അണ്ഡവും ബീജവും ഒരു ഡിഷിൽ വെച്ച് ഇൻക്യുബേറ്റ് ചെയ്യുന്ന ചികിത്സയ്ക്കാണ് IVF ചികിത്സ. അതാണ് IVF ആദ്യം ലോകത്ത് തുടങ്ങിയ അങ്ങനെയാണ്. വന്ധ്യത ചികിത്സാ രംഗത്ത് ഇന്ത്യയിൽ തന്നെ ഏറെ പ്രശസ്തിയാർജിച്ച സബൈൻ ഹോസ്പിറ്റലിന്റെ മലബാർ മേഖലയിലെ പ്രഥമ സംരംഭം നവംബർ 15 വൈകിട്ട് 4 മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാടിനു സമർപ്പിക്കും. ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ, ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP, കുർക്കോളി മൊയ്തീൻ MLA എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ചെറുപ്പക്കാരായ ദമ്പതിമാരിൽ വന്ധ്യതാ നിരക്ക് കൂടിവരുന്ന സാഹചര്യത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം സംഭാവന ചെയ്തിട്ടുള്ള ശാസ്ത്രീയമായ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും താനൂർ സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ സബൈൻ ശിവദാസൻ അറിയിച്ചു. വന്ധ്യതാ ചികിത്സയ്ക്ക് പുറമെ മാതൃശിശു പരിചരണ രംഗത്തും പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ താനൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുമെന്നും മലബാർ മേഖലയിൽ നിന്നുള്ള രോഗികൾക്കു ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും ഹോസ്പിറ്റൽ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ, നവജാത ശിശു പരിചരണ വിഭാഗം, IVF, IUI സേവനങ്ങളും ലഭ്യമാണ്. മുഴുവൻ സമയ ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ, ശിശുരോഗം, അത്യാഹിത വിഭാഗം, സ്കാനിംഗ് സേവനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നു. പരിപാടിയിൽ ഡോക്ടർ സബൈൻ ശിവദാസൻ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ, ഓപ്പറേഷൻ പ്രസിഡന്റ് നിത്യാനന്ദ P, യൂണിറ്റ് ഹെഡ് ഷറഫുദ്ദീൻ T, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ആദർശ്, അസിസ്റ്റന്റ് മാനേജർ റിലേഷൻസ് ഷാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു. TVN ന്യൂസ് താനൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.